Hello guys, again welcome back to my channel Tech Talk Malayalam. ഇന്ന് ഞാൻ പറഞ്ഞാൽ Redmi Note 7 Pro കുറച്ച് പ്രോബ്ലംസ്, അതായത് കുറച്ച് ഡീഗ്രേഡ്സ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം നിങ്ങൾ തംബ്നെയിൽ കണ്ട ആരും എന്നെ തെറി വിളിക്കുകയൊന്നും ചെയ്യില്ല. എനിക്ക് തോന്നിയ ഞാൻ 1 വീക്ക് യൂസ് ചെയ്തു ഈ ഫോൺ. എനിക്ക് തോന്നിയ കുറച്ച് പ്രോബ്ലംസ്, അതിൻ്റെ ഏറ്റവും ഹൈലൈറ്റുള്ള വീഡിയോ മൊത്തം കാണാം. ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരും, നല്ലൊരു സൊല്യൂഷനും പറഞ്ഞു തരും. അപ്പം നിങ്ങൾ വീഡിയോ മൊത്തം കാണാം. അപ്പം ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന് 48 MB ക്യാമറ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ 48 MB ക്യാമറയിലിട്ട് ഞാനിപ്പം ഇട്ട് കാണിക്കാൻ ജസ്റ്റ് ഒരു പിക്ചർ ഏതെങ്കിലും കണ്ടോണം. പിക്ചർ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ലോഡാവുന്നു. പിക്ചർ വരുന്നതിന് അത്ര അപാര ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. ഏകദേശം നോർമൽ ഇട്ട് എടുക്കുന്ന പിക്ചറിന് ആ ക്വാളിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ മോശം ക്വാളിറ്റിയാണ് 48 MB. കാരണം അത് പിക്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ സൈസും കൂടുതലാണ്. ആ പിക്ചർ ലോഡാണെങ്കിലും ഭയങ്കര താമസമാണ്. അതാണ് എനിക്ക് ഫസ്റ്റ് തോന്നിയൊരു പ്രോബ്ലം. അടുത്ത രണ്ടാമത്തെ ഡ്രോബാക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ക്യാമറ ഞാനിപ്പോൾ കാണിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ക്യാമറ പ്രൊജക്ഷൻ ഭയങ്കരമായിട്ട് തള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് താഴെ വീഴുമ്പോഴെല്ലാം, താഴെ എവിടെ വെക്കുമ്പോഴും എല്ലാം നല്ല കട്ടിയുള്ളൊരു കേസ് കവർ വാങ്ങിച്ചില്ല ക്യാമറയിൽ സ്ക്രാച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. ഗൊറില്ല ഗ്ലാസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് ഇത്രയും പ്രൊജക്ഷൻ ഭയങ്കര അപകടമാണ്. കാരണം എവിടെ വീണാലും സ്ക്രാച്ചും ഒക്കെ വീഴാൻ ഭയങ്കര ചാൻസാണ്. അതാണ് അടുത്ത് തോന്നിയത്. പിന്നെ അടുത്തൊരു പ്രോബ്ലം എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ LED നോട്ടിഫിക്കേഷൻ ഏറ്റവും താഴെയാണ് കാണിച്ചിരിക്കുന്നത്. ഞാനിപ്പം കാണിച്ചു തരാം. ദെൻ ഈ പോർഷനായിട്ടാണ് LED നോട്ടിഫിക്കേഷൻ വരുന്നത്. അതും എനിക്കൊരു പ്രോബ്ലമായിട്ട് തോന്നി. കാരണം ഭയങ്കര വൃത്തികേടാണ്. കാരണം LED നോട്ടിഫിക്കേഷൻ ഇങ്ങനെ മണ്ടയ്ക്ക് താഴെ ഇങ്ങനെ അടിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. എല്ലാവരുടെയും കാര്യം അറിയില്ല, എനിക്കത് പേഴ്സണലി ഭയങ്കര മോശമായിട്ട് തോന്നി. അടുത്ത ഫ്രണ്ട്സ്, രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോണിൻ്റെ വെയിറ്റ് ഇച്ചിരി കൂടുതലായിട്ട് തോന്നിയിരിക്കുകയാണ്. കാരണം ഭയങ്കര വെയിറ്റ്. കാരണം ഞാൻ എൻ്റെ Realme 2 Pro യൂസ് ചെയ്യുമ്പോൾ അതിനെ അപേക്ഷിച്ച് നല്ല ഒരു ഹാൻഡി അല്ല, വെയിറ്റ് കൂടുതലായിട്ട് തോന്നി. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. അടുത്തതെന്ന് വെച്ചാൽ Q അപ്ഡേറ്റ്, ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് Q വരുന്ന അപ്ഡേറ്റ് പ്രോമിസ് ഇതുവരെ Redmi Note 7 Pro പ്രോമിസ് ചെയ്തിട്ടില്ല. അതും എനിക്കൊരു ഡ്രോബാക്കായിട്ട് തോന്നി. പിന്നെ ഞാൻ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്. എല്ലാം ബാഡ് പറഞ്ഞാൽ ശരിയാകത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ് ക്യാമറ ക്വാളിറ്റി. Realme 2 Pro ഞാൻ കമ്പയർ ചെയ്ത് നോക്കും, ബെസ്റ്റ് അവർ പിക്ചർ ക്വാളിറ്റി, ക്യാമറയുടെ പിക്ചർ ക്വാളിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. 48 MB ക്യാമറ അല്ല ഞാൻ പറയാം, നോർമൽ ക്യാമറ. 48 MB ക്യാമറ എനിക്ക് വലിയതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ നോർമൽ ക്യാമറ അടിപൊളി പിക്ചേഴ്സാണ് Redmi Note 7 Pro എടുക്കുന്നത്. പിന്നെ പ്രോസസ്സർ 700 എബോവ് ആണ്. നല്ലൊരു ചിപ്സെറ്റാണ്. സ്പീഡ് അതിൻ്റെ ബേസ് ഒന്നുമല്ല ഞാൻ ഇതെടുക്കണമെന്ന് പറഞ്ഞാൽ, വേറെ ഇച്ചിരി കുറേ പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ Redmi Note 7 എടുത്ത് ഫ്രണ്ട് ക്യാമറ എടുത്ത് കുറച്ച് ഫിക്സ് ചെയ്യാൻ കാണിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. നല്ല പങ്ക്ച്വൽ, നല്ല ബാക്ക് ക്യാമറ എടുത്തതും പിക്ചറും കാണിക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത്. ബാക്ക് ക്യാമറ എടുത്തൊരു വീഡിയോ ഞാൻ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാനിപ്പോൾ ഒരു സെൽഫി വീഡിയോ ആണ്. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ്. എനിക്ക് ക്യാമറയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. Redmi Note 7 Pro കില്ലർ തന്നെയാണ് ക്യാമറ. അവരുടെ ക്യാമറ ക്വാളിറ്റി അതിഗംഭീരമാണ്. പക്ഷേ സെയിം ഇതൊക്കെയാണ്, സെൻസറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്നിട്ടും ബെറ്റർ തന്നെ എനിക്ക് Redmi Note 7 Pro ആണ് തോന്നിയിരിക്കുന്നത്. അടുത്തത് നമ്മുടെ UIയുടെ കാര്യം എനിക്ക് പറയാനുള്ളത്. റെഡ്മിയുടെ UI എന്ന് പറയുന്നത് MIUI ആണ്. അത് ഒപ്റ്റിമൈസ്ഡ് അല്ല. അത് പല ടെക്കിലുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഒപ്റ്റിമൈസ്ഡ് അല്ലെന്ന്. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് അതിനകത്ത്. ക്യാമറയിൽ പല ഇഷ്യൂസ് വന്നു, ഇടയ്ക്ക് ക്യാമറ ലാഗായി, പോസ്റ്റ് ഓഫ് ആകും, അങ്ങനെ കുറേ ഇഷ്യൂസ് UI തോന്നും. അപ്പോൾ അവർ UI അങ്ങോട്ട് MIUI അത്ര ഒപ്റ്റിമൈസ്ഡ് അല്ല. അതും എനിക്കൊരു പ്രോബ്ലമായിട്ട് തോന്നിയിട്ട് ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ക്യാമറയും പറഞ്ഞു ഒരുമാതിരി ബെറ്റർ ക്യാമറയാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവസാനം പറയട്ടെ, ഈ ഫോൺ നിങ്ങൾ എടുക്കണ്ട. എടുത്തൊരു പോട്ടെ, നല്ല അത്യാവശ്യം കുഴപ്പമില്ല. ഇത്ര പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അത് അടുത്ത അപ്ഡേറ്റിലും ശരിയാവായിരിക്കും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇനി ഫോൺ എടുക്കാനുള്ളവർ ഈ ഫോൺ എടുക്കണ്ട. കാരണം നമ്മുടെ റെഡ്മിയുടെ Note 8 Pro കില്ലർ, Note 8 ആൻഡ് Note 8 Pro ഈ മന്ത് തന്നെ അവസാനം 27th അനൗൺസ് ചെയ്തിട്ടുണ്ട്. ചൈന റിലീസാവും, ഉടനെ തന്നെ ഇന്ത്യയിൽ എത്തും. അപ്പോൾ അത് വാങ്ങിക്കുക. അതൊരു കില്ലർ ഫോണാണ്. 4 ക്യാമറയായിട്ട് വരുന്നു, ക്വാഡ് ക്യാമറ. റെഡ്മി ഫാൻസാണ് നിങ്ങൾക്കത് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നിങ്ങളാരും Redmi Note 7 Pro എടുക്കരുത്. Note 7 or 7 Pro എടുക്കേണ്ട. ആ സെയിം പ്രൈസ് റേഞ്ച് 14,000 രൂപയ്ക്ക് തന്നെയാണ് വരുന്നത്. അപ്പം അതാണ് എൻ്റെ കൺക്ലൂഷൻ. നിങ്ങളപ്പോൾ ഈ ഫോൺ എടുക്കാത്തവർ എടുക്കണ്ട. Redmi Note 8 Proയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിലൊക്കെ ഒന്ന് ഷെയർ കൊടുക്കുക ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നാളെ ഒരു അടിപൊളി ടെക്നോളജി വീഡിയോ ആയിട്ട് കാണാം. See you.